മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മോടൊപ്പമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡീക്കൻ വിപിൻ മാത്തൂറിന്റെ ജീവിതത്തിൽ കർത്താവ് വലിയ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തന്നെ അർത്ഥവും ലക്ഷ്യവും മാറും. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കെട്ടും മട്ടും മാറാൻ പോവുകയാണ്. ഇന്ന് വരെ ഒരു കുടുംബത്തിൻ്റെതായിരുന്ന, ഒരു സമൂഹത്തിൻ്റെതായിരുന്ന, ലോകത്തിൻ്റെതായിരുന്ന ഡീക്കൻ വിപിനെ ഇന്ന് കർത്താവ് സ്വന്തമാക്കാൻ പോവുകയാണ്. ഡീക്കന്റെ ജീവിതത്തിന്റെ ഉടമസ്ഥാവകാശം ഇന്നു മുതൽ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അല്ല, മറിച്ച് ദൈവത്തിനാണ്. ഡീക്കൻ വിപിന്റെ ജീവിതത്തിലെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ദിവംഗതനായ പരിശുദ്ധ മാർപ്പാപ്പ ബെനഡിക്ട് 16 പൗരോഹിത്യത്തെ കുറിച്ച് പറഞ്ഞത്, പൗരോഹിത്യം എന്നത് ഉടമസ്ഥന്റെ കൈമാറ്റമാണ് എന്നാണ്. ലോകത്തിൽ നിന്നും വൈദികാർത്തിയെ കർത്താവ് എടുത്ത് തന്റെ സ്വന്തമാക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെതായി വൈദികാർത്തി മാറുന്നതാണ് പൗരോഹിത്യത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഡീക്കന്റെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് ഇത് ചെയ്യാൻ പോവുകയാണ്. ഇനി മുതൽ ഡീക്കൻ കർത്താവിന്റെ സ്വന്തമാണ്. യെശയ്യായുടെ പുസ്തകം 43 അധ്യായം 1 വചനത്തിൽ കർത്താവ് പറയുന്നു, യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. വളരെ ശക്തവും വ്യക്തവുമായ ഒരു അവകാശവാദമാണ് ഇസ്രായേലിനെ കുറിച്ച് കർത്താവ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് ഈ ഡീക്കനോടും കർത്താവ് ഇതാണ് പറയുന്നത്, നീ എന്റേതാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് ലേഖനം 3 അധ്യായം 12 വചനത്തിൽ പറയുന്നു, കർത്താവായ യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, അതിനാൽ ആ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനായി ഞാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് സ്വന്തമാക്കുന്നവനാണ് പുരോഹിതൻ. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഡീക്കൻ വിപിനെ കർത്താവ് സ്വന്തമാക്കാൻ പോവുകയാണ്. ഇനി മുതൽ ഈ ഡീക്കന്റെ അല്ലെങ്കിൽ വൈദികനാകാൻ പോകുന്ന ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അർത്ഥം കർത്താവാണ്. കർത്താവാണ് സമ്പത്ത്, കർത്താവാണ് അവകാശം, കർത്താവാണ് ഓഹരി. സംഖ്യയുടെ പുസ്തകം 18 അധ്യായം 20 വചനത്തിൽ പുരോഹിതനായ അഹരോനോട് കർത്താവ് പറഞ്ഞു, ഇസ്രായേലിന്റെ ഭൂമിയിൽ നിനക്ക് അവകാശം ഉണ്ടായിരിക്കുകയില്ല, അവരെ പോലെ നിനക്ക് ഓഹരിയും ലഭിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശം, ഞാനാണ് നിന്റെ ഓഹരി. ഇന്ന് പ്രത്യേകമായി ഡീക്കൻ വിപിനോട് കർത്താവ് പറയുകയാണ്, ഞാനാണ് നിന്റെ അവകാശം, ഞാനാണ് നിന്റെ ഓഹരി. ഈ ഭൂമിയിൽ ഒന്നും നേടിയെടുക്കാൻ വേണ്ടിയല്ല കർത്താവ് പുരോഹിതരെ വിളിക്കുന്നത്, മറിച്ച് ദൈവത്തെ നേടാൻ വേണ്ടിയാണ്, ദൈവത്തെ സ്വന്തമാക്കാൻ വേണ്ടിയാണ്. ദൈവത്താൽ സ്വന്തമാക്കപ്പെട്ട പുരോഹിതാർത്ഥികൾ ദൈവത്തെ തിരിച്ചു സ്വന്തമാക്കുമ്പോഴാണ് പൗരോഹിത്യത്തിന് അർത്ഥം കൈവരുന്നത്. ഇന്ന് നമ്മുടെ മുമ്പിൽ കർത്താവ് ഈ പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. ഈ ലോകത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ഈ നാട്ടിൽ നിന്ന് കർത്താവ് ഈ പ്രിയപ്പെട്ട മകനെ തന്റേതാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ കുറിച്ച്, ഇതിനുശേഷം ഈ പുരോഹിതൻ എന്താണ് ചെയ്യേണ്ടതിനെ എന്നതിനെ കുറിച്ച് ഇന്ന് നാം വായിച്ചു കേട്ട 4 വായനകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട ആദ്യത്തെ വായന പുറപ്പാടിന്റെ പുസ്തകം 3 അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ്. മോശയെ കർത്താവ് വിളിക്കുന്നു. കത്തിയെരിയുന്ന മുൾപ്പടർപ്പിൽ നിന്നാണ് മോശയോട് കർത്താവ് സംസാരിച്ചത്. നമുക്കറിയാവുന്നതുപോലെ അഗ്നി ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. പുറപ്പാടിന്റെ പുസ്തകം 13 അധ്യായം 21 വചനത്തിൽ ഇസ്രായേൽ ജനത്തെ വഴി നടത്താൻ വേണ്ടി രാത്രി അഗ്നിസ്തംഭത്തിൽ കർത്താവ് അവരെ അനുഗമിച്ചു. അഗ്നി ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. ഈ അഗ്നി കണ്ടപ്പോൾ മോശ അങ്ങോട്ട് അടുത്തു ചെല്ലുകയാണ്. നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിലെ സാധാരണ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ
ദൈനംദിന കാര്യങ്ങൾക്കിടയിൽ ഇടപെട്ടിരിക്കുന്നതിനിടയിലാണ് ദൈവത്തിന്റെ വെളിപാടുണ്ടാകുന്നത്. അമ്മായപ്പന്റെ ആടുകളെ മേയ്ക്കുകയായിരുന്നു. ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല, ധ്യാനിക്കുകയായിരുന്നില്ല. മറിച്ച് ജീവിത കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന സമയത്താണ് ഈ അപ്രതീക്ഷിതമായ വിളി മോശയ്ക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നത് സാധാരണ കാര്യങ്ങളിലൂടെയുമായിരിക്കും. പലപ്പോഴും വലിയ അത്ഭുതങ്ങളിലൂടെയോ വലിയ സംഭവങ്ങളിലൂടെയല്ല ദൈവം സംസാരിക്കുക, മറിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ്. അത് മനസ്സിലാക്കാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്ന് മാത്രം. മോശ അപ്രകാരമുള്ളവനായിരുന്നു. ആ ആട്ടിടയന്മാരെ മേയിക്കുന്നതിനിടെ, ആടുകളെ മേയിക്കുന്നതിനിടയിലും ഈ ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ, ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ തിരിച്ചറിയാൻ മോശയ്ക്ക് സാധിച്ചു. മോശ അങ്ങോട്ട് അടുത്തു ചെന്നു. അത് തന്നെ മോശയുടെ ഉത്തരമാണ്. കർത്താവിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങുന്ന മോശ. ഉടനെ തന്നെ കർത്താവ് മോശയെ വിളിക്കുന്നു, മോശേ മോശേ. 2 പ്രാവശ്യമാണ് മോശയെ വിളിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, വളരെ നിർണായകമായ സന്ദർഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെ വിളിക്കുന്ന സമയത്ത് കർത്താവ് 2 പ്രാവശ്യമാണ് വിളിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ കർത്താവ് അബ്രഹാത്തിനെ 2 പ്രാവശ്യം വിളിക്കുന്നു, അബ്രഹാം അബ്രഹാം എന്ന് പറഞ്ഞുകൊണ്ട്. സാമുവേലിന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ സാമുവേൽ സാമുവേൽ എന്ന് 2 പ്രാവശ്യം സാമുവേലിനെ വിളിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ ശിമയോൻ ശിമയോൻ എന്ന് പറഞ്ഞ് പത്രോസിനെ 2 പ്രാവശ്യം വിളിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 41-ാമത്തെ വചനത്തിൽ മാർത്ത മാർത്ത എന്ന് പറഞ്ഞ് മാർത്തയെ 2 പ്രാവശ്യം വിളിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ സാവൂൾ എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം വിളിക്കുന്നു. ഇവിടെ മോശയെ വിളിക്കുന്നതും 2 പ്രാവശ്യമാണ്. അത് തന്നെ പ്രസക്തമാണ്, അത് തന്നെ വളരെ അർത്ഥപൂർണമാണ്. വലിയൊരു വിളിയാണ് അത് എന്ന് സൂചിപ്പിക്കുന്നു. വലിയ ഉത്തരവാദിത്വമാണ് കർത്താവ് ഏൽപ്പിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. എന്താണ് കർത്താവ് മോശയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം? മോശയോട് കർത്താവ് പറഞ്ഞു, എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അതിനാൽ നീ വരൂ, ഞാൻ നിന്നെ അയക്കാം. നീ എന്റെ ജനത്തെ വിമോചിപ്പിക്കണം. ജനത്തിന്റെ നിലവിളിക്ക് കർത്താവ് കൊടുത്ത മറുപടിയായിരുന്നു മോശയുടെ ദൈവവിളി. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഡീക്കൻ വിപിനെ എന്തുകൊണ്ടാണ് കർത്താവ് വിളിക്കുന്നത്? ജനത്തിന്റെ ക്ലേശങ്ങൾ കർത്താവ് കണ്ടിരിക്കുന്നു, ജനത്തിന്റെ മുറവിളി കർത്താവ് കേട്ടിരിക്കുന്നു. അതിനുള്ള ഉത്തരമാണ് ഈ പ്രിയപ്പെട്ട ഡീക്കന്റെ ദൈവവിളി. അന്ന് ജനത്തിന്റെ നിലവിളിക്ക് കാരണം, അവരുടെ ക്ലേശങ്ങൾക്ക് കാരണം അടിമത്തമായിരുന്നു. ഇന്നും പലതരത്തിലുള്ള അടിമത്തങ്ങളുണ്ട്. പാപത്തിന്റെ അടിമത്തം, ബന്ധനങ്ങളുടെ അടിമത്തം, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തം, ദൈവമില്ല എന്ന് പറയുന്നവരുടെ ആശയങ്ങളുടെ അടിമത്തം, പലതരം പ്രത്യയശാസ്ത്രങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന അടിമത്തം. ഇങ്ങനെ പലതരത്തിലുള്ള അടിമത്തങ്ങൾക്കും അടിമകളായി ദൈവജനം വേദനിക്കുന്നു. ദൈവജനത്തിന്റെ ക്ലേശങ്ങൾ കർത്താവ് കണ്ടിരിക്കുന്നു. അവരുടെ ദാരിദ്ര്യം, അവരുടെ രോഗങ്ങൾ, അവരുടെ മുറവിളി, ഇതെല്ലാം കർത്താവ് ശ്രദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഇന്ന് ഈ ഡീക്കനെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ട 2-ാമത്തെ വചനഭാഗം ജെറമിയായുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ്. ജെറമിയ ഒരു പുരോഹിതന്റെ മകനായിരുന്നു. എന്നിട്ടും ഈ ജെറമിയായെ കർത്താവ് വീണ്ടും വിളിച്ച് പ്രവാചക ദൗത്യം ഏൽപ്പിക്കുകയാണ്. 2 കാര്യങ്ങളാണ് പ്രധാനമായും ഈ വചനഭാഗത്തു നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായി, ജനിക്കുന്നതിന് മുമ്പേയാണ് കർത്താവ് ജെറമിയായുടെ ജീവിതത്തിൽ ഇടപെട്ടത്. ജെറമിയായുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നു, നിനക്ക് മാതാവിന്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ട ഡീക്കൻ വിപിൻ മാഥൂരിനെ കർത്താവ് കണ്ടതും വിളിച്ചതും സ്വന്തമാക്കുന്നതും ഇന്നല്ല, ഈ 2025 ഡിസംബർ 30-നല്ല. കർത്താവ് ഡീക്കൻ വിപിനെ ആദ്യമായി കാണുന്നതും വിളിക്കുന്നതും ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ഡീക്കൻ വിപിനെ കാണുന്നതിന് മുമ്പേ കർത്താവ് കണ്ടിരുന്നു. ഈ അമ്മയുടെ ഉദരത്തിൽ ഡീക്കൻ ഉരുവായ കാര്യം ഈ അമ്മ അറിയുന്നതിന് മുമ്പേ കർത്താവ് അറിഞ്ഞിരുന്നു. ഈ മകനെ കുറിച്ച്
മാതാപിതാക്കളും നാട്ടുകാരും സ്വപ്നം കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് കർത്താവ് ഒരു സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നമാണ് ഇന്ന് നിറവേറുന്നത്. ജനിക്കുന്നതിന് മുമ്പേ വിശദീകരിച്ചവൻ, ഈ ഭൂമിയിൽ അവതരിക്കുന്നതിന് മുമ്പേ വിളിച്ച് വേർതിരിച്ചവൻ, അവനാണ് കർത്താവ്. അവനാണ് ഈ ഡീക്കന്റെ ജീവിതത്തിൽ ഇന്ന് ഇടപെടുന്നത്, ശക്തമായി ഇടപെട്ട് സ്വന്തമാക്കുന്നത്. ഈ വചനഭാഗത്തിന്റെ അവസാനം കർത്താവ് ജെറമ്യായോട് പറയുകയാണ്, ഇതാ നിന്റെ അധരത്തെ ഞാൻ സ്പർശിച്ചിരിക്കുന്നു, എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ജെറമ്യാ പ്രവാചകൻ അന്ന് മുതൽ സംസാരിക്കേണ്ടത് കർത്താവ് അധരത്തിൽ നിക്ഷേപിച്ച വചനമാണ്. ഒരു പുരോഹിതൻ സംസാരിക്കേണ്ടത് ആ പുരോഹിതന് തോന്നുന്ന കാര്യങ്ങളോ കഥകളോ സ്വന്തം അനുഭവങ്ങളോ അല്ല, മറിച്ച് കർത്താവ് അധരങ്ങളിൽ നിക്ഷേപിച്ച വചനമാണ്. ഇതിനായി കർത്താവിനെ കാണണം, കർത്താവിന്റെ വചനം കേൾക്കണം, കർത്താവിന്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. പ്രിയപ്പെട്ട ഡീക്കൻ വിപിൻ, ഇന്ന് കർത്താവ് നിന്റെ പുരോഹിതനായി അഭിഷേകം ചെയ്ത് അയക്കുന്നത് നിന്റെ കഥകൾ പറയുവാനോ, നിനക്ക് തോന്നിയ കാര്യങ്ങൾ പറയുവാനോ, നിന്റെ ആശയങ്ങൾ പറയുവാനോ അല്ല, മറിച്ച് കർത്താവായ ദൈവം നിന്റെ ആദരത്തിൽ നിക്ഷേപിക്കുന്ന ദൈവത്തിന്റെ വചനം, സത്യത്തിന്റെ വചനം ജനത്തിന് മുമ്പിൽ പ്രഘോഷിക്കാനാണ്. കർത്താവ് ആദരത്തിൽ വചനം നിക്ഷേപിക്കണമെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണം, കർത്താവിന്റെ വചനം കേൾക്കണം, കർത്താവിന്റെ വചനം സ്വന്തമാക്കണം. ഇതാണ് ജനമധ്യത്തിൽ പ്രഘോഷിക്കേണ്ടത്. ഇന്ന് നാം വായിച്ചു കേട്ട മൂന്നാമത്തെ വായന വിശുദ്ധ പത്രോസിന്റെ 1 ലേഖനം 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. ഈ വചനഭാഗത്ത് വിശുദ്ധ പത്രോസ് പറയുകയാണ്, ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അജഗണത്തെ പരിപാലിക്കുവൻ. അജഗണം ദൈവത്തിൻ്റെതാണ്. അജഗണത്തിന്റെ മേൽ ഉടമസ്ഥാവകാശം ദൈവത്തിന് മാത്രമാണ്. പല പുരോഹിതന്മാരും ധരിച്ചു വെച്ചിരിക്കുന്നത് ദൈവജനത്തിന്റെ മേൽ അവർക്ക് ഉടമസ്ഥാവകാശം ഉണ്ട് എന്നാണ്. ദൈവജനത്തിന്റെ മേൽ വൈദികർക്ക് ഉടമസ്ഥാവകാശമില്ല. വൈദികർക്കുള്ളത് ശുശ്രൂഷാവകാശം മാത്രമാണ്. ദൈവമാണ് ഉടമസ്ഥൻ, ദൈവമാണ് ഉടയവൻ. പ്രിയപ്പെട്ട ഡീക്കൻ, ഇന്ന് കർത്താവ് നിന്നെ ബലമേൽപ്പിക്കുന്നത് ദൈവത്തിന്റെ അജഗണത്തെയാണ്. അജഗണം ദൈവത്തിൻ്റെതാണ്, അവനാണ് ഉടമസ്ഥൻ. നമുക്കറിയാം, ആരാണോ വില കൊടുക്കുന്നത് അവനാണ് ഉടമസ്ഥൻ. ഈ ദൈവജനത്തിന് വേണ്ടി വില കൊടുത്തിട്ടുള്ളത് കർത്താവാണ്. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 17-18 വചനങ്ങളിൽ പത്രോസ് പറയുന്നു, നിങ്ങൾക്ക് പൂർവികരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ കർത്താവ് എന്താണ് വില കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കളങ്കമോ കറയോ ഇല്ലാത്ത കുഞ്ഞാടിന്റേതുപോലെയുള്ള ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം വിലയായി കൊടുത്താണ് കർത്താവ് നിങ്ങളെ സ്വന്തമാക്കിയത്. വെളിപാടിന്റെ പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വചനം പറയുന്നു, ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം കൊണ്ട് ദൈവജനത്തെ വിലയ്ക്ക് വാങ്ങിയെന്ന്. ക്രിസ്തുവാണ് വിലയ്ക്ക് വാങ്ങിയത്, ക്രിസ്തുവാണ് വില കൊടുത്തത്. വില കൊടുത്തവനാണ് ഉടമസ്ഥൻ. വൈദികരല്ല ദൈവജനത്തിന് വേണ്ടി വില കൊടുത്തിട്ടുള്ളത്. ദൈവജനത്തിന്റെ വിലയായി തന്റെ ശരീര രക്തങ്ങൾ അർപ്പിച്ചത് ക്രിസ്തുവാണ്. അവനാണ് ഉടമസ്ഥൻ, അവനാണ് ഉടയവൻ. അതുകൊണ്ട് സേവന മനോഭാവത്തോടെ മാതൃക നൽകി ദൈവജനത്തെ നയിക്കണമെന്ന് വിശുദ്ധ പത്രോസ്ലീഹ പഠിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ സഭയിലെ ശ്രേഷ്ഠന്മാരോട് പറയുന്നു, യേശുക്രിസ്തു സ്വന്തം രക്തത്താൽ നേടിയെടുത്ത സഭയെ നയിക്കാൻ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട അജപാലകരാണ് നിങ്ങൾ. ദൈവജനം ദൈവത്തിൻ്റെതാണ്. ദൈവജനത്തെ നേടിയെടുത്തത് ക്രിസ്തുവാണ്. അതുകൊണ്ട് ശുശ്രൂഷ മനോഭാവത്തോടെ, സേവന മനോഭാവത്തോടെ മാതൃക നൽകി ദൈവജനത്തെ നയിക്കണമെന്ന് പത്രോസ് ഓർമ്മിപ്പിക്കുന്നു. അവസാനം പത്രോസ് പറയുന്നു, അതിനാൽ ദൈവജനത്തിന്റെ മേൽ ആധിപത്യം ചുമത്താതെ മാതൃക നൽകി അവരെ നയിക്കണം. നീ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ ജീവിച്ചു കാണിക്കണം. നീ പ്രഘോഷിക്കുന്ന സുവിശേഷം ദൈവജനത്തിന്റെ മുമ്പിൽ ജീവിക്കണം. നീ പാലിക്കാത്തത് പഠിപ്പിച്ചാൽ ദൈവജനം വിശ്വസിക്കില്ല. അതുകൊണ്ട് പഠിപ്പിക്കുന്നത് പാലിക്കുവാനും മാതൃക നൽകുവാനും അവരുടെ മുമ്പിൽ നിന്റെ ജീവിതം ഒരു ഉത്തമ ക്രൈസ്തവ ജീവിതത്തിന്റെ മാതൃകയാക്കി മാറ്റുവാനും നീ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ വചനം ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങളും 11 മുതൽ 18 വരെയുള്ള വചനങ്ങളുമാണ്. ഈ 2 ഭാഗങ്ങളിലായി
രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്ത് ഈശോ പറയുന്നത്, എന്റെ ആടുകൾക്ക് എന്റെ സ്വരം അറിയാം, അല്ലെങ്കിൽ ആടുകൾക്ക് നല്ല ഇടയന്റെ സ്വരം അറിയാം. ഇടയന്റെ സ്വരം അറിയാവുന്നത് കൊണ്ട് ആടുകൾ ഇടയനെ അനുഗമിക്കുന്നു. എന്നാൽ അപരിചിതരുടെ സ്വരത്തെ ആടുകൾ ഒരിക്കലും അനുഗമിക്കുകയില്ല. അപരിചിതരിൽ നിന്ന് ആടുകൾ ഓടിയകലും. കാരണം എന്താണ്? അവരുടെ സ്വരം ആടുകൾക്ക് പരിചയമില്ല. എന്തുകൊണ്ടാണ് ആടുകളുടെ സ്വരം, ഇടയന്റെ സ്വരം ആടുകൾക്ക് പരിചിതമാണ് എന്ന് ഈശോ പറയുന്നത്? പകല് മുഴുവൻ പുല്ല് കാണിച്ചു കൊടുക്കുന്നത് അവന്റെ സ്വരമാണ്. അവനൊരു സ്വരമുണ്ടാക്കിയാൽ അത് ആടുകൾക്ക് അടയാളമാണ്. പകല് മുഴുവൻ വെള്ളം കാണിച്ചു കൊടുക്കുന്നത് അവന്റെ സ്വരമാണ്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, വന്യമൃഗങ്ങൾ വരുമ്പോൾ ഒരു പ്രത്യേക തരം സ്വരം പുറപ്പെടുവിച്ച് ആടുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത് ആട്ടിടയനാണ്. ഇനി ഏതെങ്കിലും ആടിന് പരിക്ക് പറ്റിയാൽ ആ ആടിനെ തോളിലെടുത്ത് പരിക്ക് പറ്റിയ ആടിനെയും കൊണ്ട് താരാട്ടുപാടി മറ്റാടുകളുടെ പിന്നാലെ നടക്കുന്നത് ഈ ആട്ടിടയനാണ്. അപ്പോൾ പുല്ല് കാണിച്ചു കൊടുക്കുന്ന സ്വരമാണ് അവന്റെ സ്വരം, വെള്ളം കാണിച്ചു കൊടുക്കുന്ന സ്വരമാണ് അവന്റെ സ്വരം, അപകടങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്ന സ്വരമാണ് അവന്റെ സ്വരം, പരിക്കേൽക്കുമ്പോൾ താരാട്ട് പാടുന്ന സ്വരമാണ് അവന്റെ സ്വരം. അതുകൊണ്ടാണ് ആടുകൾക്ക് അവന്റെ സ്വരം സുപരിചിതമായി മാറുന്നത്. ആടുകളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു സ്വരം. ഈ സ്വരത്തെ അവഗണിക്കാൻ ആടുകൾക്ക് സാധിക്കില്ല. ഏത് രാത്രിയിലും ഏത് പകലും വിളിച്ചാലും, ഏത് മഴയത്തും ഏത് വെയിലത്തും വിളിച്ചാലും ഈ ഇടയന്റെ സ്വരം കേട്ടാൽ ആടുകൾ ഇറങ്ങും. കാരണം ആടുകൾക്കറിയാം ഇത് അവയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള സ്വരമാണെന്ന്, അവയുടെ ജീവിതത്തിന്റെ ഭാഗമായ ഒരു സ്വരം. ഇന്ന് കർത്താവ് പറയുകയാണ്, പുരോഹിത, നിന്റെ സ്വരവും ദൈവജനത്തിന് ഇതുപോലെ പരിചിതമായിരിക്കണം. നിന്റെ സ്വരം ദൈവജനത്തിന് സുപരിചിതമായിരിക്കണം. കേവലം ഞായറാഴ്ച പള്ളിയിൽ മാത്രം കേൾക്കുന്ന സ്വരമാണ് വൈദികന്റെ സ്വരമെങ്കിൽ ആ സ്വരം ദൈവജനത്തിന് സുപരിചിതമായ സ്വരമല്ല. പള്ളിയിൽ മാത്രം കേൾക്കുന്ന സ്വരത്തെ ദൈവജനം അനുഗമിക്കണമെന്നില്ല. കാരണം ഈശോ പറയുന്നു, അപരിചിതമായ സ്വരത്തിൽ നിന്ന് ആടുകൾ ഓടിയകലും. ഒരു പുരോഹിതന്റെ സ്വരം ഞായറാഴ്ച പള്ളിയിൽ മാത്രമല്ല കേൾക്കേണ്ടത്, കുടുംബങ്ങളിൽ കേൾക്കണം, അവരുടെ രോഗശൈലിയിൽ കേൾക്കണം, അവരുടെ വേദനയുടെ നാളുകളിൽ കേൾക്കണം, അവരുടെ തകർച്ചയുടെ നാളുകളിൽ കേൾക്കണം. അങ്ങനെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി ഒരു വൈദികന്റെ സ്വരം മാറണം. അങ്ങനെയുള്ള സ്വരത്തെ മാത്രമാണ് ദൈവജനം അനുഗമിക്കുക. അപരിചിതമായ സ്വരത്തിൽ നിന്ന് ആടുകൾ ഓടി അകലുന്നത് പോലെ അപരിചിതമായ വൈദികന്റെ സ്വരത്തിൽ നിന്ന് ഇടവക ജനം ഓടിയകലുമെന്ന് ഈശോ മുന്നറിയിപ്പ് നൽകുന്നു. ഓരോ പുരോഹിതനും തന്റെ സ്വരത്തെ ദൈവജനത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. അവരുടെ കഷ്ടപ്പാടുകളിൽ, അവരുടെ രോഗശൈലിയിൽ, അവരുടെ വേദനകളിൽ, അവരുടെ തകർച്ചകളിൽ അവർക്ക് ആശ്രയം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു സ്വരമായി ഈ സ്വരം മാറണം. ജനത്തിന് അവഗണിക്കാൻ സാധിക്കാത്ത, തള്ളിക്കളയാൻ സാധിക്കാത്ത ഒരു ധാർമ്മിക സ്വരമായി നിന്റെ സ്വരം മാറണമെന്ന് ഈശോ നിന്നെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ വചനഭാഗത്തിന്റെ രണ്ടാമത്തെ ഭാഗത്ത് ഈശോ പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ വചനത്തിലും 10-ാം അധ്യായം 14-ാമത്തെ വചനത്തിലും ഈശോ പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയന്റെ ചിത്രം നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്, വൈദികർക്ക് കൂടുതൽ പ്രിയപ്പെട്ടതാണ്. നല്ല ഇടയന്റെ ചിത്രം പട്ടത്തിന്റെ ക്ഷണക്കത്തില് പലരും വെക്കാറുണ്ട്, മുറികളിൽ കാത്തു സൂക്ഷിക്കാറുണ്ട്, വീടുകളിൽ കാത്തു സൂക്ഷിക്കാറുണ്ട്. ആ ചിത്രത്തോട് നമുക്ക് വലിയൊരു അടുപ്പമുണ്ട്. ഈശോ നമ്മുടെ ഇടയനാണെന്ന് കരുതാനും, ഈശോ ഇടയനായിരിക്കുന്നത് പോലെ ജനത്തെ നയിക്കണമെന്ന് കരുതാൻ വൈദികർക്കും എളുപ്പമാണ്. എന്നാൽ ഈ ഈശോയെ കുറിച്ച് സ്നാപക യോഹന്നാൻ പറയുന്നത് മറ്റൊന്നാണ്. സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വചനത്തിലും 1-ാം അധ്യായം 36-ാമത്തെ വചനത്തിലും ജനമധ്യത്തിലേക്ക് കടന്നു വരുന്ന ഈശോയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് സ്നാപക യോഹന്നാൻ പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഒരു വശത്ത് ഈശോ പറയുന്നു, ഞാൻ ഇടയനാണ്, ഞാൻ ഇടയനാണ്. മറുവശത്ത് സ്നാപക യോഹന്നാൻ പറയുന്നു, ഇവൻ കുഞ്ഞാടാണ്, ഇവൻ കുഞ്ഞാടാണെന്ന്. ആരാണ് ഈശോ? അവൻ കുഞ്ഞാടാണോ ഇടയനാണോ? ഈശോ രണ്ടുമാണ്. ഈശോ കുഞ്ഞാടുമാണ്, ഇടയനുമാണ്. വാസ്തവത്തിൽ ഈശോയ്ക്ക് നല്ല ഇടയനാകാൻ സാധിച്ചത് നല്ല കുഞ്ഞാടാകാൻ മനസ്സുണ്ടായിരുന്നത് കൊണ്ടാണ്. എന്താണ് കുഞ്ഞാടാവുക എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെടുക, മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷതമേൽക്കുക, മറ്റുള്ളവരുടെ ജീവനെ സംരക്ഷിക്കാൻ സ്വന്തം ജീവൻ ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഉപേക്ഷിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുക. ഇങ്ങനെ ബലിയർപ്പിക്കപ്പെടുവാനും മുറിവേൽക്കുവാനും ഈശോ തയ്യാറായിരുന്നു.
അങ്ങനെ നല്ല കുഞ്ഞാടാകാൻ സാധിച്ചത് കൊണ്ടാണ് ഈശോയ്ക്ക് നല്ല ഇടയനാകാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് നാം വായിക്കേണ്ട വചനഭാഗത്ത് ഞാൻ നല്ല ഇടയനാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഈശോ പറഞ്ഞത് ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ ഞാൻ സന്നദ്ധനാണെന്ന്. പല വൈദികർക്കും നല്ല ഇടയന്മാരാകാൻ സാധിക്കാത്തതിന്റെ കാരണം അവർക്ക് കുഞ്ഞാടാകാൻ മനസ്സില്ലാത്തതാണ്. വടിയം പിടിച്ച് ജനത്തെ നയിക്കുന്ന നായകന്റെ സ്ഥാനത്തും മാത്രമല്ല, വടിയുടെ പിന്നിൽ നിൽക്കുവാനും ഈ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുവാനും ബലിവേദിയിൽ അർപ്പിക്കപ്പെടുവാനും സാധിക്കുന്ന ഒരു കുഞ്ഞാടായി മാറാൻ സാധിച്ചാൽ മാത്രമേ ഒരു മെത്രാനും ഒരു വൈദികനും നല്ല ഇടയനാകാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പ്രിയപ്പെട്ട ഡീക്കൻ വിപിനെ കർത്താവ് പൗരോഹിത്യം നൽകി അനുഗ്രഹിക്കുമ്പോൾ പ്രിയപ്പെട്ട ഡീക്കൻ കുഞ്ഞാടാകാനും ഇടയനാകാനും വിളിക്കപ്പെടുകയാണ്. നിന്റെ ജീവിതത്തിന്റെ ചില നിമിഷങ്ങളിൽ കുഞ്ഞാടാകേണ്ടി വരും. ഒരു കുഞ്ഞാടിനെ പോലെ മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ, ഒരു കുഞ്ഞാടിനെ പോലെ ക്ഷതമേൽക്കേണ്ടി വരുമ്പോൾ, ത്യാഗം സഹിക്കേണ്ടി വരുമ്പോൾ മുറവിളി കൂട്ടരുത്, വിലപിക്കരുത്, ആരെയും പഴിക്കരുത്. നിന്റെ ഇടയ ധർമ്മത്തിന്റെ ഭാഗം തന്നെയാണത്. നിന്റെ ഇടയ ജീവിതത്തിന്റെ മറുവശമാണത്. ചില ദിവസങ്ങളിൽ നീ കുഞ്ഞാടിന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടി വരും, ചില ദിവസങ്ങളിൽ നീ ഇടയന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടി വരും. ഇത് രണ്ടും കൂടിയതാണ് നിന്റെ പൗരോഹിത്യ ജീവിതം. ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ കുഞ്ഞാടും ഇടയനാണെന്ന് പറഞ്ഞ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വൈദികരും സന്യാസികളും കർത്താവിന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഈ രണ്ട് അനുഭവങ്ങളുടെയും സമ്മിശ്രമായ ഒരു ജീവിതമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെ കുഞ്ഞാടും ഇടയനുമായിരുന്നു കൊണ്ട് ശക്തമായ രീതിയിൽ ഇടയ ശുശ്രൂഷ ചെയ്ത അനേകം രക്തസാക്ഷികളെയും അനേകം ഇടയന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഇടയനെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എൽ സാൽവദോർ എന്ന് പറയുന്ന തെക്കേ അമേരിക്കൻ രാജ്യത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഓസ്കാർ റൊമേറോ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് ഓസ്കാർ റൊമേറോ 1917 ജനിച്ചത്. അദ്ദേഹം സാൻ സാൽവദോർ എന്ന് പറയുന്ന അതിരൂപതയുടെ മെത്രാപോലിത്തയായിരുന്നു. അദ്ദേഹം അവിടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ആ രൂപത വളരെയധികം ധാർമ്മികമായി അധപതിച്ച ഒരു രൂപതയായിരുന്നു. മയക്കമരുന്നിന്റെയും മദ്യത്തിന്റെയും പിടിയിലായിരുന്നു ദൈവജനം മുഴുവൻ. ദൈവജനത്തെ മുഴുവൻ മാഫിയക്കാർ കൈയടക്കി വച്ചിരിക്കുകയായിരുന്നു. അവരെ ചൂഷണം ചെയ്യുകയായിരുന്നു. അവിടെ മുതലെടുപ്പിന്റെ രാഷ്ട്രീയമാണ് നിലനിന്നിരുന്നത്. തന്റെ ദൈവജനത്തെ വിമോചിപ്പിക്കണമെന്ന ഉദ്ദേശത്താൽ ഈ ഓസ്കാർ റൊമേറോ എന്ന ആർച്ച് ബിഷപ്പ് തന്റെ പ്രസംഗ പരമ്പര ആരംഭിച്ചു. മദ്യത്തിനെതിരെ, മയക്കമരുന്നിനെതിരെ, ചൂഷണത്തിനെതിരെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. ദൈവജനം മാറാൻ തുടങ്ങി, ദൈവജനം ശക്തി പ്രാപിക്കാൻ തുടങ്ങി. കുറച്ചു നാളുകൾക്കുള്ളിൽ ആർച്ച് ബിഷപ്പ് ഓസ്കാർ റൊമേറോയ്ക്ക് ഭീഷണി കത്തുകൾ ലഭിക്കാൻ തുടങ്ങി. അദ്ദേഹത്തോട് അവർ പറഞ്ഞു, ഇനി ഇങ്ങനെ പ്രസംഗിച്ചാൽ, ഇനി ഇങ്ങനെ ദൈവജനത്തെ നയിച്ചാൽ നിങ്ങളെ ഞങ്ങൾ കൊന്നുകളയും. പക്ഷെ അദ്ദേഹം പിന്മാറിയില്ല. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ആരംഭിച്ചു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദുരന്തം വരാൻ പോകുമെന്ന്. ഇങ്ങനെ ദൈവജനത്തെ നയിച്ചാൽ താൻ വധിക്കപ്പെടുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ നല്ല ഇടയനാകണമെങ്കിൽ നല്ല കുഞ്ഞാടുമാകണമെന്ന് ഉറച്ച ബോധ്യത്തോടെ ഒരു കുഞ്ഞാടിന്റെ ജീവിതശൈലി അദ്ദേഹം പൂർത്തിയാക്കി. 1980 മാർച്ച് 24 വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം അക്രമികളുടെ വെടിയേറ്റ് ബലിപീഠത്തിൽ മരിച്ചു വീണു. അദ്ദേഹം യഥാർത്ഥത്തിൽ കുഞ്ഞാടായി. അദ്ദേഹം ഇടയനായത് കുഞ്ഞാടാകാനുള്ള മനസ്സുണ്ടായിരുന്നത് കൊണ്ടാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയിലെ വണങ്ങപ്പെടുന്ന വിശുദ്ധരിൽ ഒരാളാണ് ഓസ്കാർ റൊമേറോ എന്ന ആർച്ച് ബിഷപ്പ്. അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് നീങ്ങിയത് തന്റെ ജനത്തെ നയിക്കാൻ വേണ്ടി കുഞ്ഞാടിന്റെ രൂപവും കൂടി ധരിച്ചതുകൊണ്ടാണ്. പ്രിയപ്പെട്ട ഡീക്കൻ വിപിൻ, ഇന്ന് ഭാരതത്തിൽ ഒരു ദിവസം 2 ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ന് ക്രൈസ്തവ വിശ്വാസം പല സ്ഥലങ്ങളിലും വേട്ടയാടപ്പെടുന്നുണ്ട്. ദൈവജനത്തെ മറ്റുള്ളവർ വേദനിപ്പിക്കുന്നു, ക്രിസ്തീയ വിശ്വാസത്തെ അടിച്ചമർത്താൻ പരിശ്രമിക്കുന്നു. ഈ അവസരത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും അവന്റെ സഭയുടെ വ്യക്തമായി ജീവിക്കുവാനും ക്രൈസ്തവ വിശ്വാസത്തെ മുറുകെ പിടിക്കാനും നിനക്ക് സമ്മതമാണോ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ കുഞ്ഞാടിന്റെയും ഇടയന്റെയും ധർമ്മം അനുഷ്ഠിക്കാൻ തയ്യാറുള്ള ഒരു പുരോഹിതനായി നീ മാറേണ്ടിയിരിക്കുന്നു. ഇന്ന് പ്രിയപ്പെട്ട വൈദികരെ, പ്രിയ ദൈവജനമേ, ഇന്ത്യയിൽ ക്രൈസ്തവ വിശ്വാസം ജീവിക്കണമെങ്കിൽ നാം ഒരുപക്ഷെ വലിയ വില കൊടുക്കേണ്ടി വരും. ഇക്കഴിഞ്ഞ ക്രിസ്മസ് നാളുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എത്രയോ സ്ഥലത്താണ് പീഡിപ്പിക്കപ്പെട്ടത്.
എത്രയോ സ്ഥലത്താണ് ക്രിസ്മസ് അലങ്കോലമാക്കപ്പെട്ടത്. എത്രയോ പള്ളികളിലാണ് മറ്റുള്ളവർ കയറി ഇറങ്ങിയത്. നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, നമ്മുടെ വിശ്വാസത്തിന് വില കൊടുക്കേണ്ടി വരുമ്പോൾ ഉറച്ചു നിൽക്കാൻ നമ്മൾ തയ്യാറാണോ? പ്രത്യേകിച്ച് പുരോഹിതന്മാർ ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കാൻ, ദൈവജനത്തിന് വേണ്ടി ജീവൻ പണയപ്പെടുത്തിയാലും സംസാരിക്കാൻ മനസ്സുള്ളവരായിരിക്കണം ദൈവജനത്തിന്റെ നായകന്മാർ എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഇടയന്മാർ മാത്രമല്ല, നമ്മൾ കുഞ്ഞാടുകളും ഇടയന്മാരുമാണ്. കുഞ്ഞാടിന്റെ ധർമ്മം അനുഷ്ഠിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമുക്ക് ഇടയന്റെ ധർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കില്ല. പ്രിയ ദൈവജനമേ, ഈ പൗരോഹിത്യം നമ്മുടെ അനുഗ്രഹമാണ്. ഇന്ന് ഈ നാട്ടിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഡീക്കൻ വിപിൻ മാത്തൂരിനെ കർത്താവ് വിളിച്ച് വലിയൊരു ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ്. ഈ ശുശ്രൂഷ നമ്മുടെ മാതൃകയാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, നമുക്ക് കർത്താവ് മതി, സഭ വേണ്ട, നമുക്ക് ദൈവം മതി, ദൈവത്തിന്റെ പുരോഹിതർ വേണ്ട എന്ന്. നമുക്ക് ക്രിസ്തുവിന് ഇഷ്ടമാണ്, പക്ഷെ പുരോഹിതർ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ അവരുടെ മനോഹരമായ ആശയം കേട്ട് നിങ്ങളും വശീകരിക്കപ്പെട്ടിട്ടുണ്ടാകാം. പ്രിയപ്പെട്ട ദൈവജനമേ, ക്രിസ്തു വേണം, എന്നാൽ സഭ വേണ്ട എന്ന് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. ക്രിസ്തു വേണമെങ്കിൽ സഭയും വേണം. സഭ വേണമെങ്കിൽ സഭയുടെ പുരോഹിതന്മാരും വേണം. ഈ സഭ ജീവിക്കുന്നതും ഈ സഭ നിലകൊള്ളുന്നതും ഈ സഭയിലെ ശുശ്രൂഷകരിലൂടെയാണ്, വിശുദ്ധ കുർബാനയിലൂടെയാണ് സഭ ഉണ്ടാകുന്നത്. ആ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഈ വൈദികരാണ്. അതുകൊണ്ട് ശുശ്രൂഷ പൗരോഹിത്യത്തെ തള്ളിപ്പറഞ്ഞോ, സഭയെ തള്ളിപ്പറഞ്ഞോ നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാനാവില്ല. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ ക്രിസ്തുവിന് സഭയെ സ്നേഹിക്കണം. കാരണം ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. സഭയെ സ്നേഹിക്കുന്നവർ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കണം. കാരണം വിശുദ്ധ കുർബാന കൊണ്ടാണ് സഭ ജീവിക്കുന്നത്. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവർ ക്രിസ്തുവിന്റെ പുരോഹിതരെ സ്നേഹിക്കണം. കാരണം ക്രിസ്തുവിന്റെ പുരോഹിതരാണ് ഈ കുർബാന അർപ്പിക്കുന്നത്. അതുകൊണ്ട് പൗരോഹിത്യത്തെ നാം സ്നേഹിക്കണം. പൗരോഹിത്യം കർത്താവ് തിരഞ്ഞെടുത്ത രീതിയാണ്. ഇത് മനുഷ്യർ കണ്ടെത്തിയതല്ല. കർത്താവാണ് പൗരോഹിത്യം സ്ഥാപിച്ചത്. ഇത് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. ഇത് ദൈവജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. പലപ്പോഴും ദൈവജനം വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ വൈദികരുടെ ശുശ്രൂഷ ദൈവജനത്തിന് മാത്രമാണ് ആവശ്യമെന്നാണ്. അല്ല, വൈദികരുടെ ശുശ്രൂഷ എല്ലാവർക്കും ആവശ്യമാണ്. മാർപ്പാപ്പ മുതൽ സഭയുടെ ഈ നിമിഷത്തിൽ ജനിച്ച പിഞ്ചു കുഞ്ഞിന് വരെ ഈ വൈദികരുടെ ശുശ്രൂഷ ആവശ്യമാണ്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശരീരത്തിൽ ജനിക്കുന്ന ശരീരവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ് എന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ നമ്മൾ ജനിക്കുന്നത് വൈദികന്റെ കരങ്ങളിലൂടെയാണ്, വിശുദ്ധ മാമോദീസായിലൂടെയാണ്. ഈ നിമിഷം ജനിച്ച കുഞ്ഞം രക്ഷിക്കപ്പെടണമെങ്കിൽ, ആത്മീയമായി ജനിക്കണമെങ്കിൽ ഒരു വൈദികന്റെ ശുശ്രൂഷ ആവശ്യമാണ്. മാർപ്പാപ്പ മുതൽ എന്ന് ഞാൻ പറയാൻ കാരണം, മാർപ്പാപ്പയ്ക്ക് പോലും സ്വന്തം പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമില്ല. മാർപ്പാപ്പയുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ മാർപ്പാപ്പ ഒരു വൈദികന്റെ മുമ്പിൽ സ്വന്തം പാപങ്ങൾ ഏറ്റു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാർപ്പാപ്പയ്ക്കും വൈദികന്റെ ശുശ്രൂഷ ആവശ്യമാണ്. ഇന്ന് എന്റെ കൈവെപ്പിലൂടെ ഈ ഡീക്കനെ വൈദികനാക്കി ഉയർത്തുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. എന്നാൽ എന്റെ പാപങ്ങൾ ക്ഷമിക്കാൻ എനിക്ക് അവകാശമില്ല, എനിക്ക് അധികാരമില്ല. എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ ഒരു വൈദികന്റെ മുമ്പിൽ ഞാൻ എന്റെ പാപം ഏറ്റു പറയണം. അങ്ങനെയെങ്കിൽ വൈദിക ശുശ്രൂഷ എനിക്കും ആവശ്യമാണ്. മാർപ്പാപ്പ മുതൽ ഈ സഭയിലെ എല്ലാവർക്കും ആവശ്യമുള്ള കൂദാശയാണ് വൈദികന്റെ ശുശ്രൂഷ. അതുകൊണ്ട് ഇത് വൈദികർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ശുശ്രൂഷയാണ്, അല്ലെങ്കിൽ ദൈവജനത്തിന് മാത്രമാണ് ഇത് വേണ്ടത് എന്ന് കരുതരുത്. ഇത് സഭയുടെ മുഴുവൻ മുതൽക്കൂട്ടാണ്, സഭയുടെ മുഴുവൻ അനുഗ്രഹത്തിന്റെ സാന്നിധ്യമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരിടത്തും കർത്താവ് നേരിട്ട് ജനത്തോട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയോ ചെയ്തിട്ടില്ല. പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ ദൈവജനത്തിന് തെറ്റുപറ്റുമ്പോൾ ദൈവം വിളിച്ചപേക്ഷിക്കുന്നത് കർത്താവിനോടല്ല, ജനം വിളിച്ചപേക്ഷിക്കുന്നത് കർത്താവിനോടല്ല, മറിച്ച് മോശയോടാണ്. മോശയാണ് പിന്നീട് ദൈവജനത്തിന് വേണ്ടി കർത്താവിന് മുന്നിൽ നിലവിളിക്കുന്നത്. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച മോശയുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ദൈവജനത്തിന്റെ പാപം ക്ഷമിക്കപ്പെട്ടത് മോശയുടെ പ്രാർത്ഥനയിലൂടെയാണ്. വീണ്ടും പുറപ്പാടിന്റെ പുസ്തകം 32-ാം അധ്യായം 30 മുതൽ 35 വരെയുള്ള വചനങ്ങളിൽ വിഗ്രഹാരാധന നടത്തി പാപം ചെയ്ത ദൈവജനം പശ്ചാത്തപിച്ചപ്പോൾ അവർ മോശയുടെ അടുത്തേക്കാണ് ഓടിയത്. മോശയിലൂടെയാണ് അവർ പാപമോചനം തേടിയത്. മോശയിലൂടെയാണ് ദൈവം പാപമോചനം നൽകിയത്. ദൈവം വേണം, എന്നാൽ ശുശ്രൂഷകൾ വേണ്ട എന്നത് വിശുദ്ധ ഗ്രന്ഥത്തിന് ചേരുന്ന രീതിയല്ല. ക്രിസ്തു വേണം,
ക്രിസ്തുവിന് സഭ വേണമെന്നത് ദൈവശാസ്ത്രപരമായോ വിശുദ്ധ ഗ്രന്ഥപരമായോ ശരിയല്ല. ക്രിസ്തുവും സഭയുമുണ്ടായാലും സഭയിലെ ശുശ്രൂഷകർ വേണ്ട എന്ന് ചിന്തിക്കുന്നത് ഒട്ടും ശരിയല്ല. പ്രിയ സഹോദരങ്ങളെ, ഈ പൗരോഹിത്യം നമ്മുടെ നന്മയാണ്. ഈ പൗരോഹിത്യം നമ്മുടെ സഭയുടെ അനുഗ്രഹമാണ്. പുരോഹിതരിലൂടെയാണ് ദൈവജനത്തോട് ദൈവം സംസാരിച്ചിരുന്നത്, അവരുടെ പാപങ്ങൾ ക്ഷമിച്ചിരുന്നത്. അതുകൊണ്ട് അതേ ശൈലി തന്നെയാണ് ഈശോയും പിന്തുടർന്നത്. ഈശോ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെയെങ്കിലും പാപം ക്ഷമിച്ചാൽ അവർ ക്ഷമിക്കപ്പെടും. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിക്കാതിരുന്നാൽ അവർ ക്ഷമിക്കപ്പെടുകയില്ല. പുരോഹിതരിലൂടെയാണ് കർത്താവ് ഇങ്ങനെ പ്രവർത്തിക്കുക എന്ന് കർത്താവ് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് പൗരോഹിത്യത്തെ നമുക്ക് സ്നേഹിക്കാം, പൗരോഹിത്യത്തിന്റെ നന്മകൾ നമുക്ക് ഉൾക്കൊള്ളാം. ഇന്ന് ഈ ഇടവകയിൽ നിന്ന്, ഈ പ്രദേശത്ത് നിന്ന് കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ട ഡീക്കൻ വിപിൻ മാത്തൂരിനെ സ്വന്തമാക്കുമ്പോൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ മകനെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നു മുതൽ ഈ മകൻ ഈ മാതാപിതാക്കളുടേതോ ഈ ഇടവകയുടേതോ ഈ കുടുംബത്തിൻ്റെതോ അല്ല, കർത്താവിൻ്റെതാണ്. കർത്താവിന്റെ സ്വന്തമാണ്, കർത്താവിന്റെ അവകാശമാണ്. കർത്താവാണ് ഇവന്റെ അവകാശം, ഇവന്റെ ഉടമസ്ഥനും, ഇവന്റെ ജീവിതത്തിന്റെ എല്ലാം എല്ലാം. അങ്ങനെ വലിയൊരു ശുശ്രൂഷ ഏറ്റെടുക്കുന്ന ഈ ഡീക്കൻ വിപിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളെ പ്രത്യേകമായി നമുക്ക് അഭിനന്ദിക്കാം. അവരുടെ മറ്റൊരു മകനെയും കൂടി ഈ ശുശ്രൂഷയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കാൻ അവർ കാണിച്ച ആ വലിയ മനസ്സിനെയും അവരുടെ സമർപ്പണ ബോധത്തെയും നമുക്ക് അഭിനന്ദിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും.